പ്യാര ബച്ചോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റിനെ നാം പരിചയപ്പെട്ടു. ഇനി അതിലുള്ള വർക്ക് ഷീറ്റ് നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, ഒന്നാമത്തെ വർക്ക് ബച്ചോ ഗീത് അബ്ബ ആയെ മിൽക്കർ ഗായേ. അബ്ബ ആയെ എന്ന് നാം പഠിച്ച ഈ പാട്ട് ഒരുമിച്ച് പാടാൻ. രണ്ടാമത്തെ വർക്ക് ബച്ചോ തസ്വീർ ദേക്കിയെ ഓർ ജുംല പഠിയെ. ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് എന്നാണ്. താഴെ പിക്ചർ കാണുന്നു, ആ പിക്ചറിൽ നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള സെൻറ്റൻസ് വായിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ചിത്രത്തിൽ ഉമ്മ, ഉപ്പ, ദാദി, ദാദ ഇവരൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴെയുള്ള സെൻറ്റൻസ് ഒന്ന് വായിക്കാം. യെ ഉമ്മി ഹെ. യെ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. ഹെ എന്നാൽ ആണ് എന്നും. യെ ഉമ്മി ഹെ ഇത് ഉമ്മയാണ്. യെ അബ്ബാ ഹെ ഇത് ഉപ്പയാണ്. അപ്പോൾ യെ ദാദി ഹെ എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? മക്കൾ പറയൂ. അടുത്തത് യെ ദാദാ ഹെ ഇത് മുത്തശ്ശനാണ്. ഇപ്പോൾ നാം കാണുന്ന ചിത്രത്തിൻ്റെ നടുവിൽ ഒരു മാങ്ങയുണ്ട്. മാങ്ങക്ക് ആം എന്നാണ് ഉറുദുവിൽ പറയാറുള്ളത്. ഈ മാങ്ങയെ വെച്ചിട്ട് നാം പുതിയ സെൻറ്റൻസ് ഉണ്ടാക്കുന്നു. 4 ഭാഗത്തുമായി ഉമ്മ, ഉപ്പ, ദാദി, ദാദ ഇവരുണ്ട്. ഇവർ മാങ്ങ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ, അമ്മി ആം ലായി. ഉമ്മ മാങ്ങ കൊണ്ടുവന്നു. ലായി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. അടുത്തത് അബ്ബ ആം ലായേ. ഉപ്പ മാങ്ങ കൊണ്ടുവന്നു. ദാദി ആം ലായി. മുത്തശ്ശി മാങ്ങ കൊണ്ടുവന്നു. ദാദ ആം ലായേ. മുത്തശ്ശൻ മാങ്ങ കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. ബച്ചോ, അടുത്ത വർക്ക് നോക്കൂ. നൗരിക്കെ ഗർമേ. നൗരിയുടെ വീട്ടിൽ അബ്ബ, അമ്മി, ദാദ, ദാദി, ബായി ഓർ ബഹൻ. നൗരിയുടെ വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, സഹോദരൻ, സഹോദരി ഇവരെല്ലാം ഉണ്ട്. ആപ്കെ ഗർമേ കോൻ കോൻ ഹേ. നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നാം കണ്ടെത്താൻ പോകുന്നത്. ചിത്രത്തിൽ നാം 2 വീടുകൾ കാണുന്നു. ഒന്നാമത്തെ വീട് അത് നൗരിക ഗർ, നൗരിയുടെ വീടാണ്. നൗരിയുടെ വീട്ടിലുള്ള ആളുകളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. അബ്ബ, അമ്മി, ദാദ, ദാദി, ബായി, ബഹൻ. ബായി എന്ന് പറഞ്ഞാൽ സഹോദരൻ, ബഹൻ സഹോദരി. അടുത്ത വീട് നാം നോക്കൂ. മേരാ ഗർ, എൻ്റെ വീട് എന്നാണ്. എൻ്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് എന്നുള്ളത് ഇനി നമ്മൾ താഴെ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് നോക്കിയിട്ട് അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. അബ്ബ ഉപ്പയുണ്ടെങ്കിൽ എഴുതണം, ഉമ്മയുണ്ടെങ്കിൽ എഴുതണം, ദാദ, ദാദി, ബഹൻ, ബാഹി ഇവരിൽ ആരെല്ലാം നമ്മുടെ വീട്ടിലുണ്ടോ നമ്മൾ ആ ഭാഗം പൂരിപ്പിക്കണം. അടുത്തത് ബച്ചോ അപ്നെ ഘർ കെ ബാരെ മേ ജുംല ലിഖിയേ. നമ്മുടെ വീടിനെ കുറിച്ച് ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. 4 കള്ളികളിലായി ഓരോ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ച് അപ്പുറത്തൊരു സെൻറ്റൻസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കള്ളിയിൽ ഗർ, മേം, അബ്ബ, ഹേ അത് സെൻറ്റൻസ് ആക്കി എഴുതിയതാണ്. ഗർമേ അബ്ബാ ഹേ. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഗർ എന്ന് പറഞ്ഞാൽ വീട്, മേം എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്നുള്ള അർത്ഥം ലഭിക്കും. അബ്ബ ഉപ്പ, ഹേ ഉണ്ട്. ഗർമേം അബ്ബാ ഹേ വീട്ടിൽ ഉപ്പയുണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇതുപോലെ ഓരോ കള്ളിയിലുള്ളതും നാം കൂട്ടിച്ചേർത്ത് ഏതൊക്കെ കള്ളിയിലാണോ നഷ്ടപ്പെട്ടത് അവിടെ എന്ത് വരും എന്നുള്ളത് നോക്കിയിട്ട് നാം
സെൻറ്റൻസ് ഉണ്ടാക്കുന്നു. അടുത്ത ബോക്സ് നോക്കൂ. ഗർ മേം അമ്മി, വീട്ടിൽ ഉമ്മ ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഹെ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ഹെ എന്ന് ചേർത്തിട്ട് ഗർമേം അമ്മി ഹെ എന്ന സെൻറ്റൻസ് നാം എഴുതുന്നു. മൂന്നാമത്തത് ഗർ എന്നാണ് അവിടെ വരിക. ഗർമേം ദാദാ ഹെ, വീട്ടിൽ ദാദ ഉണ്ട്, മുത്തശ്ശനുണ്ട്. അടുത്തത് ഗർ മേം ദാദി ഹെ, വീട്ടിൽ ദാദി മുത്തശ്ശി ഉണ്ട് എന്ന സെൻറ്റൻസ് അപ്പുറത്ത് എഴുതണം. അവസാനത്തേതിൽ എന്താണ് വരിക എന്നുള്ളത് മക്കൾ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അടുത്ത വർക്ക് നോക്കൂ. പഠിയെ, രംഗ് ഭരിയെ और ജുംല ബനായേ, വായിക്കൂ, നിറം നൽകൂ, സെൻറ്റൻസ് ഉണ്ടാക്കൂ. ചിത്രത്തിൽ 2 ഫ്രൂട്ട്സ് നാം കാണുന്നു. ഒന്നാമത്തത് മാങ്ങയാണ്, രണ്ടാമത്തത് അനാർ. മാങ്ങക്ക് ആം എന്നും റുമ്മാന് അനാർ എന്നുമാണ് ഉറുദുവിൽ പറയാറുള്ളത്. ഇനി സെൻറ്റൻസ് ഉണ്ടാക്കാം. യെ എന്ന് പറഞ്ഞാൽ ഇത്, ഡാഷ് ഹെ, ഹെ എന്ന് പറഞ്ഞാൽ ആണ്. യെ ആം ഹെ, ഇത് മാങ്ങയാണ്. അടുത്തത് യെ, ഇത് അനാർ ഹെ, അനാറാകുന്നു എന്നാണ് അർത്ഥം. അവിടെ ആ സെൻറ്റൻസ് നാം പൂരിപ്പിക്കേണ്ടത്. ഇനി ബോക്സിൽ അലിഫ് കൊണ്ട് തുടങ്ങുന്നതും മദ് കൊണ്ട് തുടങ്ങുന്നതുമായ ചില പദങ്ങളുണ്ട്. അത് താഴെയുള്ള ബോക്സിൽ യോജിച്ചത് നൽകുക.